തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ പാർക്കിംഗ് നിരക്ക് ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ചതോടെ ദുരിതത്തിലായത് സ്ഥിരം യാത്രക്കാരാണ്. നിരക്ക് വർദ്ധിപ്പിച്ചപ്പോഴും വാഹനത്തിന്റെ സുരക്ഷ യാത്രക്കാരന്റെ മാത്രം ഉത്തരവാദിത്തമെന്ന നിലപാടിലാണ് റെയിൽവേ. വാഹനത്തിന്റെ സുരക്ഷയ്ക്കായി CCTVകളോ പാർക്കിംഗ് ഏരിയയിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഉറപ്പുവരുത്താതെയുള്ള വർധനവാണ് നിലവിലുണ്ടായിരിക്കുന്നതെന്നാണ് പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉയരുന്ന ആക്ഷേപം. വിവരങ്ങളുമായി അരുൺ സോളമനാണ് ചേരുന്നത്. അരുൺ, ഇതിലിപ്പോൾ സ്ഥിരമായി ഈ 2 വീലറിലൊക്കെ പോകുന്ന ആളുകൾക്ക് 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും വലിയ തുക ഒറ്റയടിക്ക് ഇങ്ങനെ കൂട്ടുമ്പോൾ അതിൽ വലയുകയാണ് ജനമല്ലേ? റോഷ്നി, യാതൊരുവിധ സംശയവുമില്ല. നിലവിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായിട്ടുള്ള അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 300 കോടി രൂപയുടെ വികസനമാണ് റെയിൽവേ ഈ പാർക്കിംഗ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ നിലവിൽ നടപ്പിലാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇത്തരത്തിൽ നിരക്ക് വർധനയിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിൽ ഇതിനോടകം തന്നെ ഈ ഫീസ് വർധനവ് അല്ലെങ്കിൽ ഈ പാർക്കിംഗ് ഫീസ് വർധനവ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ റെയിൽവേ പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. നമുക്കിപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം. ഇത് ഇവിടുത്തെ പ്രീമിയം കൗണ്ടറാണ്. ഈ പ്രീമിയം കൗണ്ടറിൽ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളായാലും അതുപോലെ തന്നെ ബൈക്കുകളായാലും എല്ലാ ബൈക്കുകളും കാറുകളും മേൽക്കൂരയില്ലാതെ വെയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. സ്വാഭാവികമായിട്ടും ഗതികേട് കൊണ്ടാണ് ഓരോ സാധാരണക്കാരനും ഈ കാറുകളും ബൈക്കുകളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്തിട്ട് അവരുടെ ജോലി ആവശ്യമായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീടുകളിലോ സന്ദർശിക്കാനായിട്ട് അല്ലെങ്കിൽ നിത്യമായിട്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സഞ്ചാരികളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിക്കുമ്പോൾ അവർക്ക് ഏറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം നിലവിൽ 200 രൂപയായിരുന്നു സീസൺ പ്രകാരം ഒരു മാസം ഒരു ബൈക്ക് റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്യുന്നതിന് ഈടാക്കിയിരുന്നത്. അത് കുത്തനെ ഇപ്പോൾ വർദ്ധിപ്പിച്ചിരിക്കുന്നു. 600 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതായത് 400 രൂപയാണ് ഒറ്റയടിക്ക് ഇപ്പോൾ റെയിൽവേ ഈടാക്കുന്നു എന്നുള്ളതാണ്. നിലവിൽ ഈ ബൈക്കുകൾക്ക് യാതൊരുവിധ സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ കഴിയില്ല എന്നുള്ളത് റെയിൽവേ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. കാരണം റെയിൽവേയുടെ ഈ അധികൃതപ്പെട്ട സ്ഥലങ്ങളിൽ ഒരു ബൈക്കോ അല്ലെങ്കിൽ കാറോ ഇപ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും മോഷണം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉത്തരവാദിത്തമില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇപ്പോൾ തിരുവനന്തപുരം റെയിൽവേ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ കരാർ എടുത്തിരിക്കുന്ന കരാർ ഏജൻസികളാണ്. അപ്പോൾ അവർക്ക് ഇപ്പോൾ CCTV അടക്കമുള്ളവ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലിപ്പോൾ ആശ്വസിക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പോൾ CCTV ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷേ മറ്റ് സ്റ്റേഷനുകളെ അപേക്ഷിച്ച് ഇതല്ല കാര്യം. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പദ്ധതി പ്രകാരം ഈ അമൃത് ഭാരത് പദ്ധതി പ്രകാരം തിരുവനന്തപുരം പാലക്കാട് ഡിവിഷനുകളായിട്ട് 34 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അങ്ങനെ നവീകരിക്കുമ്പോൾ ഈ സൗകര്യങ്ങളൊന്നും അടിസ്ഥാന സൗകര്യങ്ങളൊന്നും വർദ്ധിപ്പിക്കാതെ ചാർജ് മാത്രമാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഈ വണ്ടികളടക്കം മോഷണം പോകുന്ന വാർത്തകളടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊന്നും ഒരു അറുതിയുമില്ല. പക്ഷേ കുത്തനെ കൂട്ടിയിരിക്കുന്നു ഫീസ്. നമുക്ക് ഒരു ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു പ്രദേശത്ത് നിന്ന് ഇതേ വിഷയത്തിലേക്ക് തിരിച്ചെത്താം.